നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. 11.2 പേജ് നമ്പർ 180 ക്വസ്റ്റ്യൻ നമ്പർ 3. മക്കളെ ഇത് ട്രൂ ഓർ ഫോൾസ് ആണ്. ഫോൾസ് ആണ്, ജസ്റ്റിഫൈയും കൂടെ ചെയ്യണം. നമുക്ക് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് കേട്ടോ. അപ്പം 1 വേർഡ് അല്ലെങ്കിൽ 2 മാർക്സിന് 1 മാർക്ക് 2 മാർക്കിൻ്റെ ഒക്കെ വരുമ്പോൾ ഇതുപോലുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ജസ്റ്റിഫൈഡ് ചെയ്യണം. തെറ്റാണെങ്കിൽ അതെന്തുകൊണ്ട് തെറ്റ് വന്നെന്നും പറയണം. പഠിക്കുന്ന സമയത്തെ ഇതുപോലെ ട്രൂ ഓർ ഫോൾസ് വരുമ്പോഴത്തേക്കും ഫോൾസ് ആകരുതേ എന്ന് പ്രാർത്ഥിക്കും. കാരണം എന്താ പറയുക, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണ്ടേ. അറിയാൻ മേലാത്ത ആൻസറാണ് എല്ലാം വെറുതെ എഴുതി വെച്ചാൽ പോലെ. ഓക്കെ, നിങ്ങൾ അങ്ങനല്ല, നിങ്ങൾ കറക്റ്റായിട്ട് ജസ്റ്റിഫൈ ചെയ്യണം. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തരാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 × 10⁻11 is equal to 100⁻11. 10 × 10⁻11 എന്ന് പറഞ്ഞാൽ 100⁻11 ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ആണോ? നമുക്ക് നോക്കാം. 10 × ഇവിടെ നോക്കിയേ, ആദ്യത്തെ ലെഫ്റ്റ് സൈഡ് എടുക്കാൻ. 10 × 10⁻11 എന്ന് പറഞ്ഞാൽ വെറും 10 എഴുതിയാൽ ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ തെറ്റിക്കരുത്. ഞാൻ എപ്പോഴും പറയും, വെറുതെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ എക്സ്പോണന്റിന്റെ പ്രോബ്ലം ആണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു നമ്പർ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ പവറായിട്ടല്ലേ എക്സ്പോണന്റ് ആയിട്ട് എന്തുണ്ടെന്ന് വിചാരിക്കണം, 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്തുകൊണ്ടല്ലേ അത് എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ല, നമുക്ക് തെറ്റും. നിങ്ങൾ തുടക്കക്കാരല്ലേ മക്കളെ, ഇതൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അതുപോലെ ഒന്നും അങ്ങനെ മനസ്സിൽ അസ്യൂം ചെയ്ത് ചെയ്യാറായില്ല. വലിയ പിള്ളേരാകട്ടെ, ഇച്ചിരി വലിയ ക്ലാസ്സിലായിട്ട് അതൊക്കെ ചെയ്യാം. ഇപ്പൊ ഇതുപോലെ ഒന്ന് എഴുതിയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ലോ അപ്ലൈ ചെയ്യുന്നു നോക്കിയാൽ ബേസ് സെയിം ആണ്. ലോ പഠിച്ചില്ലേ? a⁻m × a⁻n is equal to a⁻m+n ആണ്. ബേസ് സെയിം ആണ്, നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എത്ര വരും? 10 ഇത് തമ്മിൽ എക്സ്പോണന്റ് തമ്മിൽ കൂട്ടി. അപ്പൊ 10 എത്രയെന്ന് വന്നു? 12 എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡ് 10 × 10⁻11 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എത്രയാണ്? 10⁻12 ആണ്. നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ. ഇനി അടുത്ത റൈറ്റ് സൈഡിൽ കിടക്കുന്ന 100⁻11 ഇതിന് തുല്യമാണോ നോക്കാൻ പോവാ. തുല്യമാണോ? ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ബേസ് എത്രയാണ്? 100 ആണ്. ഇവിടുത്തെ ബേസ് എത്രയാണ്? 10. നമ്മൾ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഈക്വൽ ആണോ എന്നറിയണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ ഇരുന്നാലല്ലേ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവരിവിടെ 10ഉം ബേസ് 10ഉം ഇവിടുത്തെ ബേസ് 100 ആയിട്ടും കിടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവർ തമ്മിലുള്ള വാല്യുവേഷൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ കൂടെ 10ന്റെ ബേസ് ആക്കണം. എന്ത് ചെയ്താൽ മതി? ഫാക്ടറൈസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യത്തില്ല. എത്ര കൊണ്ട് തന്നെ ചെയ്യണം? ഇവിടെ 10 ആയതുകൊണ്ട് 10 ആക്കണം. ഇവിടെ 10 ആക്കേണ്ടതുകൊണ്ട് നമ്മൾ 10 കൊണ്ട് വേണം ഫാക്ടറൈസ് ചെയ്യാൻ. മനസ്സിലായത്? അല്ലാതെ മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രൈം നമ്പേഴ്സ് വെച്ച് ഫാക്ടറൈസ് ചെയ്യാവുന്ന, അങ്ങനല്ല. അത് നമ്മൾ സാധാരണ ഏറ്റവും ലോവസ്റ്റ് ഫോമിലാക്കുമ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ 10 ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ 100നെയും കൂടെ എന്താക്കുന്നത്, അതിന്റെ ബേസ് ഇവിടെ 10 ആക്കുന്നത്. അതിനുവേണ്ടി 10 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു. 10 × 10 ആണല്ലോ 100. ഈ 10നെ എന്നാ കൊണ്ട് പറ്റും? 10 കൊണ്ട് 1. അപ്പൊ 100 എന്ന് പറഞ്ഞാൽ 10 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻2. രണ്ട് 10 ഉണ്ടെന്ന് അല്ലേ. അപ്പൊ നമുക്ക് ഈ 100ന്റെ സ്ഥാനത്ത് എന്നാ എഴുതാം? 10⁻2. 100ന്റെ സ്ഥാനത്ത് മാത്രമാണ് 10⁻2 എഴുതിയത്. 100ന് പവർ കിടപ്പുണ്ട് 11. കണ്ടോ? 100ന് പവർ കിടപ്പുണ്ട് 11. അപ്പൊ നമ്മൾ അടുത്ത ലോ അപ്ലൈ ചെയ്യുവാണ്. ഏതാണ് പറഞ്ഞ മക്കളെ? a⁻m⁻n is equal to a⁻mn എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്നാ വരും? 10⁻2 പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പൊ 10⁻22 എന്നാണ്. അപ്പം ലെഫ്റ്റ് ചെയ്തപ്പോൾ, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 10 × 10⁻11 ചെയ്തപ്പോൾ 10⁻12ഉം റൈറ്റ് സൈഡ് ആയിട്ടുള്ള 100⁻11 ചെയ്ത് നമ്മുടെ 10ന്റെ ബേസ് ആക്കിയപ്പോൾ അത് 10⁻22 ആണ്. അപ്പൊ അവർ ഈക്വൽ ആണോ? അല്ല. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ആൻസർ എന്നാ എഴുതും? ഫോൾസ് എന്ന് എഴുതിയിട്ട് ഇതുപോലെ ജസ്റ്റിഫൈ ചെയ്യണം. ജസ്റ്റിഫൈ അതുപോലെ ചെയ്ത് കാണിക്കണം. മനസ്സിലായോ? അപ്പൊ ഇത് എങ്ങനെ ചെയ്തത്? 10 × 10⁻11 ആദ്യം ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ലോ വെച്ച് ചെയ്തപ്പോൾ 10⁻12 കിട്ടി. ഇനി ഇവിടെ 100⁻11 നമ്മൾ നോക്കുവാണ്. ഇങ്ങനെ ഇവിടെ രണ്ട് ബേസ് വ്യത്യസ്തമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ 100നെ കൂടെ ബേസ് 10 ആക്കാൻ വേണ്ടി 10 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തപ്പം 100 എന്ന് പറഞ്ഞാൽ 10⁻2 ആണ്. അതിനെ നമ്മൾ അതിന്റെ പവർ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 10⁻22 ആണ് കിട്ടുക. അപ്പൊ ഇവര് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ്. ഈ ചെയ്തിരിക്കുന്നതാണ് ഇവരുടെ ജസ്റ്റിഫിക്കേഷൻ. മനസ്സിലായോ? സിമ്പിൾ ആണ്. നമുക്കറിയാവുന്ന പ്രോബ്ലം അങ്ങ് ചെയ്ത് കാണിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ വന്ന് ഇനി ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വൺ നിങ്ങൾ എങ്ങനെ ചെയ്യും?
2 raised to 3 the whole raised greater than 5 raised to 2 ആണ്. 2 raised to 3 5 raised to 2-നെക്കാട്ടി ഗ്രേറ്റർ ആണ്. ഇതിനിവിടെ കൂടുതലൊന്നുമില്ല, നമുക്ക് നോക്കാം, നോക്കിയിട്ട് ട്രൂ ആണോ ഫോൾസ് എന്ന് എഴുതാവേ. ആദ്യം നമുക്ക് 2 raised to 3 നോക്കാം. 2 raised to 3 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 എത്രയാ? 8. ഇനി 5 raised to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into 5 അല്ലേ? 5 raised to 2 എന്ന് പറഞ്ഞാൽ 5 രണ്ടാഴ്ച, 5 into 5 എത്രയാ? 25. 8 ആണോ 25 ആണോ വലുത്? 25 അല്ലേ വലുത്? അപ്പൊ ഇവര് പറഞ്ഞിരിക്കുക ചെയ്തനുസരിച്ച് 8 ആവുന്നത് തെറ്റല്ലേ? അപ്പൊ എന്നാ എഴുതും നിങ്ങൾ? ഫോൾസ് എഴുതണം, എന്നിട്ട് ഇത് ചെയ്തു വിടണം. മനസ്സിലായോ? ഫോൾസ് ഇത് ചെയ്തിട്ട് ഫോൾസ് എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ മക്കളെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡും കഴിഞ്ഞു, സിമ്പിൾ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ മാത്രമേ ഒന്ന് ചെറുതായിട്ടൊന്നും ഇതെന്താ എന്നൊന്ന് തോന്നത്തുള്ളൂ. അങ്ങനെയാണ് തേർഡ് വൺ നമ്മൾ നോക്കാം. 2 raised to 3 into 3 raised to 2 എന്ന് പറഞ്ഞാൽ 6 raised to 5 ഈക്വൽ ആണ്. നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പറ്റില്ല, ഇവിടെ 2 ബേസ് ഉള്ളതാണ്, ഒന്ന് 2ഉം ഒന്ന് 3ഉം ആണ്. അപ്പൊ ഇവരുമായിട്ട് ഈക്വൽ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിനെ ഈ 6നെ ഒന്ന് ഈ സെയിം ബേസ് ആക്കാൻ പോവാ. ഏതിനെ? 6 raised to 5 നമ്മൾ കമ്പയർ ചെയ്യുക ശരിയാണോ. ഇവിടെ നമുക്ക് ഇനി ഒന്നും കമ്പയർ ചെയ്തിട്ട് എഴുതാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുവാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് 6നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും, ഫാക്ടറൈസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബേസ് 2ഉം ബേസ് 3ഉം ആക്കിയിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 6നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രൈം നമ്പേഴ്സ് വെച്ച് ചെയ്യും. ഏറ്റവും ചെറുതായിട്ടുള്ള 2 അല്ലെ, 3 ടൈംസ് 3യെ 3 കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ 1. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ എഴുതാം? 2 into 3 നമ്മൾ ഇതുപോലൊക്കെ പഠിച്ചതാ. 2 into 3 അപ്പൊ 6 raised to 5 എന്നുള്ളത് ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. 6ന്റെ സ്ഥാനത്ത് എന്നാ എഴുതും? 2 into 3 whole raised to 6ന് പവർ ഉണ്ട് എത്രയാ? 5 എന്ന് ആണോ? ഇനി എന്താണ്? ഒന്നുമില്ല, ഇത് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 പേർക്കും 5 ഈ 5 2 പേർക്കും ബാധകമല്ലേ? ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അത് 2 പേർക്കും ബാധകം. അപ്പൊ ഞാൻ 2നും കൊടുത്തു 2 raised to 5 എന്ന്, 3ക്കും കൊടുത്തു 3 raised to 5 എന്ന്. അതായത് ഈ 5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 പേരെ വെളിയിലെടുത്ത് 2 പേർക്കും അങ്ങ് കൊടുത്തു, 5 കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയാൽ 6 raised to 5 എന്ന് പറഞ്ഞാൽ എന്നാ? 2 raised to 5 into 3 raised to 5. ഇവിടെ എന്താണ്? ലെഫ്റ്റ് എന്നാണ്? 2 raised to 3 into 3 raised to 2. ഈക്വൽ ആണോ? ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരണമായിരുന്നു? 2 raised to 5. ഇവിടെ 2 raised to 5 ആകണമായിരുന്നു അല്ലേ? അതൊന്ന് തിരുത്തി എഴുതാം. 2 raised to 3 into 3 raised to 2 എന്നുള്ളത് 6ന്റെ സ്ഥാനത്ത് ഞാൻ ഇത് എഴുതാൻ പോവാണ്. ഈക്വൽ ആണോ ഇത്? 2 raised to 3 into 3 raised to 2 എന്ന് പറഞ്ഞാൽ ഇവിടെ സെയിം ആയിരിക്കണമായിരുന്നു. ഒന്നിൽ ഇവിടെ 3 ആയിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ 5 ആയിരിക്കണമായിരുന്നു 2ന്റെ പവർ. ഇവിടെ ഇപ്പൊ പവർ 3യുടെ പവർ 2, ഇവിടെ 5. അങ്ങനെ ആയിരിക്കില്ല, രണ്ടും ഒരുപോലെ ആയിരുന്നു, നമുക്ക് ഇത് ഈക്വൽ ആയിരുന്നു പറയായിരുന്നു. അപ്പൊ ഈ ആൻസർ എന്താണ്? ഫോൾസ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ നോക്കുക ഒരുപോലെ ആണോ നോക്കുക. ഇനി അടുത്തത് ഫോർത്ത് വൺ ഏറ്റവും സിമ്പിൾ. 3 raised to 0 എന്ന് പറഞ്ഞാൽ 1000 raised to 0 ഈക്വൽ ആണ്. നിങ്ങൾ ഒറ്റയടി കണ്ടു പറയാം എന്നാണ് ഇത് ട്രൂ ആണ്. എങ്ങനെ പറയാം ട്രൂ ആണ്? നിങ്ങൾ തന്നെ ജസ്റ്റിഫൈ ചെയ്യും ട്രൂ ആണെന്ന്. നമുക്കറിയാം 3 raised to 0 എന്ന് പറഞ്ഞാൽ എന്നാ 1 ആണോ? 1000 raised to 0 എന്ന് പറഞ്ഞാലോ 1 തന്നെ. ഞാൻ പറഞ്ഞു എത്ര വലിയ ലക്ഷമോ കോടിയോ അല്ലെങ്കിൽ എത്ര മില്യൺ എത്രയാണല്ലോ അവരുടെ എക്സ്പോണന്റ് പവർ 0 ആണെങ്കിൽ അതിന്റെ ആൻസർ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ ഇത് ട്രൂ ആണ്. ഇതുപോലെ ജസ്റ്റിഫിക്കേഷൻ എഴുതിയത് എളുപ്പമുള്ള 4-5 പ്രോബ്ലംസ്. മക്കളെ ഇത് ചെയ്ത് നോക്കണേ, നിങ്ങൾ ചെയ്ത് നോക്കണം. ആദ്യത്തൊക്കെ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ആദ്യം ചെറിയ പ്രശ്നമായിട്ട് തോന്നുന്നേ ഉള്ളൂ. അതൊന്ന് ചെയ്ത് നോക്കുക, വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. ഓക്കെ, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.